പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഓർമ്മച്ചപ്പിൽ ഗോട്ടിമാല, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഗോട്ടിമാലയിലെ പ്രശസ്ത എഴുത്തുകാരനാണ് റോഡ്രിഗോ റായറോസ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നോവലാണ് സെവറീന. സെവറീന എന്ന് പറയുന്നത് ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവൾ പുസ്തകക്കടകളിൽ കയറി പുസ്തകം മോഷ്ടിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു. എന്താണിങ്ങനെ പുസ്തകങ്ങൾ കടയിൽ കയറി മോഷ്ടിക്കുന്നത് എന്നറിയാൻ വേണ്ടി കടക്കാരൻ അവളുടെ കഥ മനസ്സിലാക്കുകയാണ്. അവൾക്ക് ദുഃഖകരമായിട്ടുള്ള ഒരു ഭൂതകാലമുണ്ട്. എന്താണ് ആ ഭൂതകാലം? ആ ഭൂതകാലം മറച്ചു വയ്ക്കാൻ വേണ്ടി അവൾ പുസ്തകങ്ങൾ മോഷ്ടിച്ച് വായിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോൾ തന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂതകാലം അവൾ കണ്ടെത്താൻ കഴിയുമോ എന്നായിരുന്നു. എന്തായിരുന്നു ഇവളുടെ ഭൂതകാലം? ഇവളുടെ ഭൂതകാലം, ഇവളെ വിവാഹം കഴിച്ചത് മധ്യവയസ്കനായ ഒരു വൃദ്ധനാണ്. ആ വൃദ്ധൻ വളരെയധികം സെവറീനയെ പീഡിപ്പിക്കുകയുണ്ടായി, ദേഹോദരേൽപ്പിക്കുകയുണ്ടായി. ഇത് കടുത്തപ്പോൾ അവൾ ആ വൃദ്ധനെ വകവരുത്തുകയാണ്. ഈ പാവഭാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ പുസ്തകങ്ങൾ മോഷ്ടിച്ച് വായിക്കുകയാണ്. ഈ കടക്കാരൻ, പുസ്തകം കൊടുക്കുന്ന കടക്കാരൻ ഇവളിൽ അടങ്ങിയിരിക്കുന്ന ഇവളുടെ ജീവിത രീതി എന്താണെന്ന് അറിയാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ഒരു സത്രത്തിൽ അച്ഛനോടൊപ്പം അവൾ കഴിയുകയാണ്. പുസ്തക കടക്കാരൻ അവളെ വിളിച്ചു കൊണ്ടുവന്ന് ചായ വാങ്ങിച്ചു കൊടുത്ത് ഇവളോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവൾ പറഞ്ഞതൊന്നും ശരിയായിരുന്നില്ല. അവിടെ നിന്നും അവൾ പോവുകയാണ്. പോയി പല വിദേശ രാജ്യങ്ങളും സഞ്ചരിക്കുക. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രഹേളിക, കടങ്കഥ വളരെ മനോഹരമായി നിർവചിച്ച ഒരു നോവലാണ് സെവറീന. ഇതാണ് സെവറീന എന്ന കഥയായി പറയാനുള്ളത്. നന്ദി.